ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നാളായി ഇങ്ങനെ കുറച്ച് മിനി വ്ളോഗാക്കി ഇട്ടിട്ട്, എപ്പോഴും ലോങ് വീഡിയോ അല്ലാണ്ട് തന്നെ കുറച്ച് മിനി വ്ളോഗൊക്കെ ആയിട്ട് ഇടണ്ടേ. വൈകിട്ട് ചെറിയ ഷോപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇടാമെന്ന്. പിന്നെ വിചാരിച്ചു കുറച്ച് ഹാമ്പർ വർക്കിൻ്റെ ഒക്കെ ഇത് വന്നിട്ടുണ്ട്, നെയിമിങ് സെറമണി ഈ പരിപാടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഹെയർ കട്ടിങ്ങും അങ്ങനെ ഹാമ്പർ വർക്കും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് ഒരു മിനി വ്ളോഗ് ആവാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ റെഡി ആയോ എന്ന് ചോദിച്ചാൽ കരിയൊക്കെ കുറച്ച് കിടപ്പുണ്ട്. ജസ്റ്റ് ലിപ്സ്റ്റിക് ഇടുക, പൗഡർ ഇടുക, അത്രയും മാത്രം മതി. നല്ല വെയിലാണ്. ഉച്ചയല്ല, ഒരു 3-3:30 കഴിഞ്ഞ് 4 മണിയൊക്കെ ആവാറായി. ഈ സമയത്താണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. പോകുന്നതിന് മുന്നേ റെഡിയാകുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്, പിന്നെ ഒരു ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഷോൾ ഇടുക, പിന്നെ പെർഫ്യൂം അടിച്ചിട്ട് എന്തായാലും പോവാണ്. പെർഫ്യൂമിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രാഗ്രൻസ് ആയിരിക്കും അല്ലേ വരുന്നത്. ഈ പെർഫ്യൂംസും ഡിയോഡ്രൻറ്റും ഒക്കെ ബോഡിയിലെ സ്മെല്ല് മാറ്റാനും അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും യൂസ് ആക്കാറുണ്ട് അല്ലേ. ഇനി എൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത്യാവശ്യം ക്ലാസ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ ഒരു സ്മെല്ല് നല്ലതായിരിക്കും. ചീപ്പായിട്ടുള്ളത് യൂസ് ആക്കാതിരിക്കുക. നിങ്ങൾ EDP EDT കുറിച്ച് കേട്ടിട്ടുണ്ടോ? EDP EDT ആട്ടോ നമ്മുടെ പെർഫ്യൂം എത്രത്തോളം ലാസ്റ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് പെർഫ്യൂംസിൻ്റെ പാക്കേജിങ്ങിലൊക്കെ കാണാൻ കഴിയും കേട്ടോ. EDT ആണെങ്കിൽ ഒരു 4 hours എന്തായാലും ഫ്രാഗ്രൻസ് നിൽക്കത്തുള്ളൂ. ഒത്തിരി നേരമൊന്നും ലാസ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയ ഒരു പ്രീമിയം ഫ്രാഗ്രൻസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ന്യൂഡിൻ്റെ ലക്ഷറി പെർഫ്യൂം ഫോർ വുമൺ ബേസ്ഡ് ഓൺ EDP ആട്ടോ. ഇതിലിപ്പോൾ 6 പ്രീമിയം ഫ്രാഗ്രൻസസ് ഉണ്ട്. ടൈംലെസ്, ഹിപ്നോട്ടൈസ്, മജസ്റ്റിക്, സ്റ്റണ്ണർ, സൾട്രി, മാഗ്നറ്റ്, ഇതൊക്കെയാണോ ഇതിൻ്റെ പേര്. ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ യൂസ് ആക്കി പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാട്ടോ കുറച്ചുകൂടി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഓരോ പെർഫ്യൂം ബോട്ടിലും അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റണ്ണർ വന്നിട്ട് കുറച്ച് ലൈം ലൈറ്റ് ആയിട്ടുള്ളത് നമുക്കൊരു നല്ലൊരു സ്മെല്ല് തരുന്നതാണ്. ഇത് സൾട്രൈ കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ പാർട്ട്ണറിനെ കുറച്ച് ലവ് ഒക്കെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തതാണ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞത് മാഗ്നറ്റ്. കുറച്ചുകൂടി ബോൾഡും അതുപോലെ തന്നെ റിബൽ ലേഡി ഹൂ ലീവ്സ് ബൈ ഹർ റൂൾസ് എന്നൊക്കെ ആട്ടോ പറയുന്നത്. നെക്സ്റ്റ് വൺ ടൈംലെസ് ബ്യൂട്ടി ക്യൂൻ എന്നാട്ടോ പറയുന്നത്. ഈ ഒരു ഫ്രാഗ്രൻസ് ഒരു ബ്യൂട്ടി ക്യൂൻ ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിപ്നോട്ടൈസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അട്രാക്റ്റീവ്, മജസ്റ്റിക് ആണെങ്കിൽ ഫ്രഷ്നെസ് തരും, സ്റ്റണ്ണർ ആണെങ്കിൽ എപ്പിക് ആണ്. അങ്ങനെ കുറേ അർത്ഥങ്ങളുണ്ട്. ഇനിയപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹാക്സ് പറഞ്ഞു തരാം ഫ്രാഗ്രൻസ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെർഫ്യൂം നമ്മുടെ പൾസ് പോയിന്റിൽ സ്പ്രേ ചെയ്യുക. അതുപോലെ തന്നെ ഇയേഴ്സിൻ്റെ ബാക്കിൽ, റിസ്റ്റിൻ്റെ ബാക്കിൽ, ആംസ്, എൽബോസിലൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അതുപോലെ റബ്ബ് ചെയ്യാതിരിക്കുക, ഡാബ് ചെയ്ത് മാത്രമേ കൊടുക്കാവൂ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്കിന്നിൻ്റെ എവിടെയെങ്കിലും ഡാമേജ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഒട്ടും സ്മെല്ലൊന്നും ഇല്ലാത്ത മോയ്സ്ചറൈസർ യൂസ് ആക്കിയിട്ട് സ്പ്രേ ചെയ്താലും നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 6 പ്രീമിയം ഫ്രാഗ്രൻസസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കണേ. മാത്രമല്ല ഇത് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്കിപ്പോൾ ബാഗിൽ തന്നെ ഇത് കൊണ്ടുപോകാൻ പറ്റും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ എന്തായാലും 2 കേക്ക് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇറങ്ങുകയാണ്. 2 കേക്ക് ഉള്ളതുകൊണ്ടാട്ടോ എനിക്കും കൂടി പോകേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് വൈകിട്ട് ഇറങ്ങത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഉമ്മച്ചി വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി വെയിലാട്ടോ. അതുമാതിരി വെയിലായിരുന്നു. കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലുണ്ട്. പിന്നെ കേക്ക് എൻ്റെ കയ്യിൽ സേഫായിട്ട് ഇരിപ്പുണ്ട്. ഒരു കേക്ക് വന്നിട്ട് നമുക്ക് കുറച്ച് ദൂരോട്ട് കൊടുത്തു വിടാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ടൗണിലെ ജീപ്പിലാട്ടോ കൊടുത്തു വിടുന്നത്. അപ്പോൾ അത്ര വലിയ സീനില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടം വരെ പോകേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരോട്ട് പോകണം നമുക്ക് വേറൊരു കേക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ 2 കേക്കുകളും ഏകദേശം ഒന്ന് കൊടുത്ത് സെറ്റാക്കണം. ഒരു കേക്ക് ഡെലിവറി ചെയ്യാൻ പോയപ്പോൾ നമ്മൾ കുറേ നേരം പോസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരോട്ട് പോകാനുള്ളത് കൊണ്ട് തന്നെ ഷാളൊക്കെ ഇട്ട് മൂടി പതിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എന്തായാലും ഉള്ള കേക്കുകളൊക്കെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഷവർമയും ലൈമും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്ഥിരം പരിപാടിയാണ്. സാധാരണ ചിലപ്പോൾ പപ്സും ലൈമും ഒക്കെയാണ്. പക്ഷേ ഇന്ന് ഷവർമ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഷവർമ കഴിക്കുക കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി പോകാനായിട്ട്. അപ്പോൾ അവിടെ കുറേ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇനി 2-3 ദിവസം വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇതപ്പോൾ ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ എടുത്ത വ്ളോഗായിരുന്നു. സാറ്റർഡേ ഓർ സൺഡേ. അപ്പോൾ എനിക്ക് 2 ദിവസം വീട്ടിലുള്ളതുകൊണ്ട് സ്നാക്സൊക്കെ വാങ്ങിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ പാർലറിൽ പോയിട്ട് ഇതാണ് എൻ്റെ ഹെയർ. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഹെയർ ആണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് വേവി ആയിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പിന്നിയൊക്കെ ഇടും. അതിപ്പോൾ ഒരു ശീലമാണ്. രാത്രി കിടക്കാതെ പിന്നി ഇടുക. അപ്പോൾ ഇങ്ങനെ ഡാമേജ് പോലെ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല. എപ്പോഴും ഞാൻ എൻ്റെ ഒരു ഇഷ്ടം നോക്കിയിട്ടായിരിക്കും എല്ലാ വർഷവും ഒരു ടൈം ആകുമ്പോൾ എനിക്ക് ഹെയർ കട്ട് ചെയ്യണം, ഒന്ന് ചേഞ്ച് വേണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഞാൻ പോയി കട്ട് ചെയ്യാറുണ്ട്. ഇത് അങ്ങനെ ഒന്നുമല്ല. വാപ്പി പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഹെയർ കട്ട് ചെയ്യണം. ഉമ്മായും വാപ്പിയുടെ ഒരു ഇതാണ് ഇപ്പോൾ ഈ ഹെയർ കട്ട് ചെയ്യാനുള്ള കാരണം. പിന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് വളരാതിരിക്കുക അങ്ങനെയുള്ളൊരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ ഇത്തിരി നല്ലതുപോലെ കട്ട് ചെയ്യും. പിന്നെ അത് വളരുകയും ചെയ്യും.
ഇതിപ്പോൾ നമ്മൾ ലെയർ കട്ടാക്കിയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം ഉമ്മച്ചി അങ്ങോട്ടൊന്ന് മാറിയപ്പോഴേ ഞാൻ പറഞ്ഞു മാക്സിമം ലെങ്ത് കൂട്ടി തന്നെ ഹെയർ കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ കേട്ടോ എനിക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നതും. ഉമ്മാക്കും ഇഷ്ടമായി. ഇപ്പോൾ നനഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് മിന്നി ഗൈസ്. കാരണം ഇത്രയേ ഉള്ളല്ലോ, വീണ്ടും ഇനി വളർത്തണമല്ലോ, ഇനി ഓരോ ഹെയർ കട്ടിങ് കഴിയുമ്പോഴും അടുത്ത വർഷം ഈ സമയത്ത് ഇത്രയും ആക്കണം എന്നൊക്കെ ഉള്ള ലക്ഷ്യം എനിക്ക് വരാറുണ്ട്. അങ്ങനെ തന്നെ ഹെയറൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തപ്പോഴത്തേക്കും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫ്രണ്ട് ഭാഗമൊക്കെ ഇത്തിരി ക്യൂട്ടായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും എൻ്റെ ഹെയർ ഷോർട്ടാക്കിയിട്ടുണ്ട് വീണ്ടും. എപ്പോഴും എല്ലാ വർഷവും ഇത്രയും ലെങ്തിൽ തന്നെയാണ് ഞാൻ ഷോർട്ടാക്കുന്നത്. വീണ്ടും വളരും, വീണ്ടും വെട്ടും. ഇനിയെങ്കിലും എനിക്ക് ഫുള്ളൊന്ന് വളർത്തണം. പിന്നെ എല്ലാ തവണ മുടി വെട്ടി കഴിയുമ്പോഴും എനിക്കൊരു റിഗ്രറ്റാണ് മുടി വെട്ടണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അതില്ലായിരുന്നു. കാരണം ഉമ്മച്ചി പാപ്പി പറഞ്ഞതുകൊണ്ട് വലിയ സീനൊന്നുമില്ല, എന്നാൽ പിന്നെ വെട്ടിയേക്കാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഉമ്മച്ചി പൈസ കൊടുക്കാതെ പോയി അവിടെ ഇരുന്ന് ഗൈസ്. അപ്പോൾ അതിന് ഞാൻ അടി തരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഹെയർ കട്ടിങ് കഴിയുമ്പോൾ നേരെ ചെല്ലുന്നത് ഇതുപോലെ കുറേ ബണ്ണ്, ക്യൂട്ടായിട്ടുള്ള സ്ലൈഡ്, അതുപോലെ തന്നെ ബോ, ഒരു കാര്യമില്ലാതെ ഹെയർ ബാൻഡ്, ബോ ഒക്കെ ഞാൻ വാങ്ങിക്കും. കണ്ടോ, ഇങ്ങനെ വാങ്ങിക്കലാണ് എൻ്റെ പരിപാടി. അത് പിന്നെ ഹെയർ കട്ട് ചെയ്യുമ്പം കുറച്ച് ദിവസം ആ ഒരു ഷോ വേണ്ടേ. അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇതിപ്പോൾ സാറ്റർഡേ ആട്ടോ നമ്മൾ ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വെഡ്ഡിങ് ഹാമ്പർ കൊടുക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അളന്നും മുറിച്ചും ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 10 അളവിലാട്ടോ എടുക്കുന്നത്. നമുക്ക് ഓരോ ഹാമ്പേഴ്സിനും പല പല റേറ്റും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി അനുസരിച്ചൊക്കെയാണ് നമ്മൾ റേറ്റ് പറയുന്നതും. അതിനനുസരിച്ചാണ് നമ്മൾ ബോർഡ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് ഭയങ്കര ശല്യമായിരുന്നു. ലാസ്റ്റ് ഞാൻ ഒതുക്കി പിടിച്ച് എനിക്കിതെല്ലാം ഒട്ടിച്ച് മാറ്റാനുണ്ട്, രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ സെറ്റിയിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് ബോക്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേതെന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള നട്ട്സ് ഹാമ്പർ ആട്ടോ. നട്ട്സ് ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ നട്ട്സ് അറേഞ്ച് ചെയ്യുന്ന ടൈം കൊണ്ട് ഞാൻ നെയിമിംഗ് സെറമണിയുടെ ആ ഒരു ഹാർട്ട് ഷേപ്പിനുള്ളത് അളവെടുത്ത് ഇങ്ങനെ വരയ്ക്കുകയാണ്. എന്നിട്ട് വേണം എനിക്ക് കട്ട് ചെയ്യാനായിട്ട്. പിന്നെ വാൾനട്ട്, പിസ്ത, അതുപോലെ തന്നെ ബദാമായിരുന്നു നമ്മുടെ നട്ട്സ് ഹാമ്പറിൽ വന്നിട്ടുള്ളത്. ഇതുപോലെ മാത്രമല്ല, ജസ്റ്റ് ഒരു പിടിയും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് മിസ്സായി വീഡിയോ. വെഡ്ഡിങ് ഹാമ്പേഴ്സും നെയിമിംഗ് സെറമണിയൊക്കെ ഒരു ദിവസം കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാനാണെങ്കിൽ രണ്ടും മാറിയും തിരിഞ്ഞുമൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ ഫോട്ടോ ഒന്നും വരാതെ നമ്മൾ നെയിം അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് മാത്രം ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതിന് മുന്നേ 2 ചെയ്തപ്പോഴൊക്കെ കൂടുതലും ലാസ്റ്റ് ചെയ്തതിന് ഒരു ഇൻഡിപെൻഡൻസ് ഡേ മയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രീൻ, അതുപോലെ വൈറ്റ്, ഓറഞ്ച് ഒക്കെ ആയിട്ട്. പിന്നെ മാക്സിമം ഞങ്ങൾ ഇപ്പോൾ വേറെ കളേഴ്സ്, റെഡൊക്കെ അധികമായിട്ട് അവൈലബിൾ ആവുന്നില്ല, മിക്സ്ഡ് ആയിട്ടും അവൈലബിൾ ആവുന്നില്ല. അപ്പോൾ നമ്മൾ ഉള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് ഡ്രസ് ഹാമ്പറാണ്. അത് കഴിഞ്ഞിട്ടൊരു ഹാൻഡ് ബൊക്കെ ചെയ്തു, ഫെറാറോ ഒക്കെ വെച്ചിട്ടുള്ളൊരു ഹാൻഡ് ബൊക്കെ. പിന്നെ നട്ട്സ് ഹാമ്പർ എല്ലാം കവർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വല്ലാണ്ട് ക്ഷീണിച്ച് ഗൈസ്. കാരണം വെയിലൊക്കെ കൊണ്ട് ഇത്തിരി ടയർഡായിരുന്നു. മാത്രമല്ല ഈ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ചെന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു ചെയ്തത്. പിന്നെ വ്ളോഗൊക്കെ എടുക്കുന്ന കാര്യമൊക്കെ വിട്ടേ പോയി. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വ്ളോഗ് നല്ലതുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കണ്ടാൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വൈകിട്ടത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.